ശ്രീ എൻ ശ്രീകുമാർ, ഒരു കോൺഗ്രസ് സഹയാത്രികൻ എന്ന നിലയിൽ അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകൾ ഓർത്തെടുക്കാൻ ഒരുപക്ഷെ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ മാധ്യമങ്ങളുടെ മൂടിക്കെട്ടിയ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണിനെ പൂർണ്ണമായും നിശ്ചലമാക്കിയ 2 വർഷം 75 മുതൽ 77 വരെ ആ 2 വർഷത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി താങ്കൾക്ക് പറയാനുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അടിയന്തരാവസ്ഥ, അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന രാജാജി മാത്യു തോമസിൻ്റെ വിമർശനത്തോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? നോക്കൂ അനിൽ നമ്പ്യാർ, നമ്മൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യവും 2010 മുതൽ 2014 മുതൽ 10 വർഷം ഇന്ത്യ ഭരിച്ച BJPയുടെ സമീപനങ്ങളൊക്കെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നതിന് ഉചിതമാണ്. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ചിലതൊക്കെ നടന്നു എന്നുള്ളത് സത്യമാണെന്ന് പിന്നീട് ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് പിന്നീട് അതിനെ എതിർത്ത് വന്ന് വളരെ മേനി നടിക്കുന്നവരൊക്കെ അക്കാലത്ത് എന്താണ് ചെയ്തത് എന്നൊക്കെയുള്ള രേഖകളും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം നമ്മളതൊക്കെ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോയാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും, CPIക്ക് മാത്രമല്ല. ഇവിടെ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചപ്പോൾ അത് അച്ചടക്കത്തിൻ്റെ കാലമാണെന്ന് പറഞ്ഞത് വിനോബ ഭാവെയാണ്. അതിനെ പുകഴ്ത്തിയ മറ്റൊരു മഹതി മദർ തെരേസയാണ്. അക്കാലത്ത് RSS എഴുതിയ ചില കത്തുകളെക്കുറിച്ചൊക്കെ ചരിത്രത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അടിയന്തരാവസ്ഥക്കാലം ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ 1/2 നൂറ്റാണ്ട് മുമ്പ് നടന്ന ഒരു നിയമവാഴ്ചയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആലോചിക്കണം. സോഷ്യൽ മീഡിയ ഇല്ല, സാങ്കേതിക സംവിധാനങ്ങളുടെ വിപുലീകരണമില്ല. ഇന്ത്യയിലെ അന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള റോയും അതുപോലെ IB മാത്രമുള്ള ഒരു കാലഘട്ടത്തിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങും ഇൻ്റലിജൻസ് ബ്യൂറോയും മാത്രമുള്ള കാലഘട്ടത്തിൽ ഒരു ഭരണാധികാരി ഭരണഘടനയിലെ ഒരു ചട്ടപ്രകാരം പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ അക്കാലത്ത് വിമർശിക്കപ്പെട്ടിരുന്നു. അന്നങ്ങനെ വിമർശിച്ചവരിൽ ഒരാളുടെ പേര് AK ആൻ്റണി എന്നാണ്. ഗോഹത്തി AICC സമ്മേളനത്തിൽ സംതിങ് റോങ് സംവെയർ, എന്തോ എവിടെയോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ AK ആൻ്റണിയോട് അന്ന് സുഹൃത്തുക്കൾ പറഞ്ഞത് കേരളത്തിലേക്ക് തിരിച്ചു പോകണ്ടേ എന്നാണ്. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ അടിയന്തരാവസ്ഥക്കെതിരെ ചില പ്രതിഷേധ സ്വരങ്ങൾ ഉണ്ടായി എന്ന് കാണിക്കാൻ ഞാൻ അവിടെ പറഞ്ഞതാണത്. ഇന്ന് BJP ജനാധിപത്യത്തിൻ്റെ ഇരുണ്ട നാളുകളെക്കുറിച്ച് പ്രചരണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കേറ്റ തിരിച്ചടി എന്ന് ഞാൻ പറയുമ്പോൾ മോദിയല്ലേ വീണ്ടും പ്രധാനമന്ത്രി എന്ന് BJP ചോദിച്ചേക്കാം. പക്ഷേ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പ്രതിപക്ഷം സത്യപ്രതിജ്ഞ ചെയ്തത് ആ ഭരണഘടനയുടെ പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് കാണിക്കാനാണ്. അതുപോലെ കേരളത്തിലെ CPM ഭരണത്തിലെ ഏറ്റ തിരിച്ചടിയും ഇവിടെ ചർച്ചാ വിഷയമാണ്. അപ്പോൾ ഏകാധിപത്യത്തിനെതിരായുള്ള ജനവിധി എന്ന് കേന്ദ്രത്തിലും കേരളത്തിലും പറയുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. കോൺഗ്രസ് സഹയാത്രികനായ പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ അടിയന്തരാവസ്ഥക്കാലത്തെക്കുറിച്ച് വലിയ തെറ്റൊന്നും ഇപ്പോഴും കാണുന്നില്ല. കാരണം അക്കാലത്ത് അത് അനിവാര്യമായിരുന്നുവെന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പറഞ്ഞെങ്കിൽ അത് അന്നത്തെ അനിവാര്യതയായിരുന്നു. ഇന്ന് ശ്രീ നമ്പ്യാർ ചോദിച്ച ഈ പത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ച, അതായത് അന്ന് അടിയന്തരാവസ്ഥക്കാലത്തെ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടാണ് പത്രങ്ങളോടെ ചിലതൊക്കെ സംയമനം പാലിക്കാനും ചിലതൊക്കെ സെൻസർ ചെയ്യാനൊക്കെ തീരുമാനിച്ചത്. അന്ന് പത്രങ്ങൾ പ്രതിഷേധം കാണിച്ചു. കേരളത്തിലെ മലയാള പത്രമായ എക്സ്പ്രസ് അന്ന് എഡിറ്റോറിയൽ കോൾ ഒഴിച്ചിട്ടു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അടിയന്തരാവസ്ഥ പിൻവലിച്ച ശേഷം അടിയന്തരാവസ്ഥയ്ക്ക് കാരണഭൂതന്മാരായ നേതാക്കൾ കെട്ടിപ്പൊക്കിയ ജനതാ പാർട്ടി ഛിന്ന ഭിന്നമായി
1980 ഇന്ദിരാഗാന്ധി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചു വന്നു 2 വർഷത്തിന് ശേഷം. ഇവിടെ നോക്കൂ, 10 വർഷം ഭരിച്ച ശേഷം നരേന്ദ്രമോദി ഒരു തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്തെല്ലാം വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടാണ്. അത്തരം വിഷയങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ ഉയർത്തിപ്പിടിച്ചെങ്കിൽ അതിലും വലിയൊരു ഭീകരാവസ്ഥയെ നമുക്ക് കാണേണ്ടി വരില്ല. ഇവിടെ ഭരണഘടനാ പ്രകാരവും പത്രസ്വാതന്ത്ര്യവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ പത്രങ്ങളുടെ അവസ്ഥയെക്കുറിച്ചും ചാനലുകളുടെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യണം. തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി 400-ലധികം സീറ്റ് എന്ന് പറഞ്ഞപ്പോൾ 350 മുതൽ അല്ലെങ്കിൽ 300 മുതൽ മേലോട്ടെന്ന് പറഞ്ഞ ചാനലുകളും സർവേകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ടിപ്പോൾ എന്തായി? ഇന്ത്യ ഇപ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കാൻ സമവായത്തിന് ശ്രമിച്ചു BJP നേതാക്കൾ. സമവായം ഉണ്ടായോ ഇല്ലയോ എന്നുള്ള വേറെ പ്രശ്നം. സമവായത്തിന് ശ്രമിച്ചു. അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതൊക്കെയാണ് ശ്രീ നമ്പ്യാർ ഇന്നത്തെ മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീ രാജാജി മാത്യു തോമസ് അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണ്ട എന്ന് പറഞ്ഞത് 1/2 നൂറ്റാണ്ട് മുമ്പ് നടന്ന ഒരു സംഭവത്തെ നമ്മൾ ഇന്നുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. കാരണം ഇന്ന് എല്ലാ സാങ്കേതിക സംവിധാനവും വളർന്നു കഴിഞ്ഞു, ഒരുപാട് വ്യാപ്തി വന്നു. ആ വളർന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ പത്രങ്ങളുടെ വാമൂടിക്കെട്ടാൻ ശ്രമിച്ചതും. എങ്ങനെ വാമൂടിക്കെട്ടി? ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിലെ കാര്യം, രാജാജിയുടെ പാർട്ടി ഭരിക്കുന്ന കേരളത്തിലെ കാര്യവും ചർച്ച ചെയ്യണം. നിയമസഭയ്ക്കകത്ത് അക്രഡിറ്റേഷനുള്ള പത്രലേഖകർക്ക്, അനിൽ നമ്പ്യാർ ഉൾപ്പെടെയുള്ളവർക്ക് കയറാൻ കഴിയില്ല. ഒരുപാട് സ്വാതന്ത്ര്യത്തോടെ കയറിയിരുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ നിയമസഭയിൽ ചിത്രീകരിക്കാൻ കഴിയില്ല. അതുപോലെ ലോക്സഭയിൽ അത് തന്നെയല്ല അവസ്ഥ. ഇവിടെ ശ്രീ നന്ദകുമാർ പ്രതിപക്ഷത്തെ സസ്പെൻഡ് ചെയ്ത കാര്യത്തേക്ക് എത്ര നിസ്സാരവൽക്കരിച്ചാണ് പറഞ്ഞത്. ജനം തിരഞ്ഞെടുത്ത പ്രതിപക്ഷത്തെ, തിരഞ്ഞെടുത്ത രാഹുൽ ഗാന്ധിയെ സസ്പെൻഡ് ചെയ്യാനും പുറത്താക്കാനും ശ്രമിച്ച ഭരണത്തിനെതിരെ സുപ്രീം കോടതി വിധിച്ചു. ആ രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. മറക്കണ്ട. എന്താണ് പറഞ്ഞത്? അമേഠിയിൽ നിന്ന് ഒളിച്ചോടി. ശരി, ഒളിച്ചോടി വയനാട്ടിൽ വന്നു, അവിടെ ജയിച്ചു. വീണ്ടും റായ്ബറേലിയിലേക്ക് വന്നു, അവിടെ ജയിച്ചു. അമേഠിയിൽ ഒളിച്ചോടി എന്ന് പറഞ്ഞ വനിതാ നേതാവ് തോറ്റു. ചരിത്രത്തിൽ ആദ്യമായി അല്ലെങ്കിൽ പോലും നരേന്ദ്രമോദി പിന്നിൽ എന്ന വാർത്ത നമ്മൾ കേട്ടു. രാഹുൽ ഗാന്ധി പിന്നിൽ എന്ന വാർത്ത നിങ്ങൾ കേട്ടോ? ഇല്ല. അപ്പോൾ അടിയന്തരാവസ്ഥ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന BJPയുടെ നേതാക്കളുടെ ചില സമീപനം കൂടി നമ്മൾ ചർച്ച ചെയ്യണം. അതുകൊണ്ട് ഈ ചർച്ച വളരെ പ്രസക്തമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ CPMന്റെ ചില മനോഭാവങ്ങൾ, BJPയുടെ മനോഭാവങ്ങൾ ചർച്ച ചെയ്യണം. അവിടെ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, എനിക്കില്ല. കാരണം ഇന്ദിരാഗാന്ധി ഒരു പ്രത്യേക ഘട്ടത്തിൽ അലഹാബാദ് ഹൈക്കോടതി വിധിയെക്കുറിച്ച് ഷാജി പറഞ്ഞു. അത് ആ വിധി പ്രഖ്യാപിക്കുമ്പോൾ പറഞ്ഞ കാരണങ്ങളൊക്കെ നമ്മൾ ഇന്ന് ആലോചിക്കുമ്പോൾ നമുക്കതൊക്കെ ഇത്ര ഗൗരവമുള്ളതാണോ എന്ന് തോന്നിപ്പോകുമായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ള ശരി തന്നെയാണ്. പക്ഷേ ആ അടിയന്തരാവസ്ഥ കാലത്ത് ഉൽപാദനക്ഷമത കൂടിയത് നമ്മൾ മറക്കണ്ട. 20 പരിപാടിയെ ആക്ഷേപിച്ചെങ്കിലും അക്കാലത്ത് ഉൽപാദനക്ഷമത കൂടി. മാത്രമല്ല, ചില ഭീകര പ്രസ്ഥാനങ്ങളെ അമർച്ച ചെയ്യാൻ സാധിച്ചു. കേരളത്തിൽ നക്സൽ പ്രസ്ഥാനത്തിൻ്റെ നടുവൊടിഞ്ഞത് ആ കാലത്താണ്. എന്തുകൊണ്ടാണ് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന ഭരണമുന്നണി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? കേരളത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നത്? ഇതൊക്കെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന സംഭവങ്ങളല്ലേ. പക്ഷേ അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ 49 വർഷം, അതായത് 50 വർഷം പിന്നിൽ നടന്ന ഒരു സംഭവത്തെ നമ്മൾ ഈ കാലവുമായിട്ട് കൂട്ടിയിണക്കുമ്പോൾ അടിയന്തരാവസ്ഥ ഒന്നുമല്ല. ഇവിടുത്തെ എന്താ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് ഞാൻ പറയില്ല. എന്താണെന്നറിയാമോ? അങ്ങനെ ഒരു അടിയന്തരാവസ്ഥ ഇല്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിയമമുണ്ട്, ഭരണഘടന ഉണ്ട്. പക്ഷെ ആ ഭരണഘടന മാറ്റേണ്ടി വരും എന്നതാണ് ചർച്ചാ വിഷയമായത്. അടിയന്തരാവസ്ഥ കാലത്ത് ഒരു ഭരണാധികാരിയും പറഞ്ഞില്ല നിങ്ങൾ എന്ത് കഴിക്കണമെന്ന്. അടിയന്തരാവസ്ഥ കാലത്ത് ഒരു ഭരണാധികാരിയും പറഞ്ഞില്ല നിങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണമെന്ന്. അടിയന്തരാവസ്ഥ കാലത്ത് ഒരു ഭരണാധികാരിയോ മതത്തെയോ ജാതിയെയോ അധിക്ഷേപിച്ചില്ല. ജനങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ ചില ആന്റണി പറഞ്ഞതുപോലെ എവിടെയോ എന്തോ കുഴപ്പങ്ങൾ സംഭവിച്ചു. അതിന്റെ തിരിച്ചടി കിട്ടി. ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. ജനതാ പാർട്ടി ഭരിച്ചു. 2 വർഷമല്ലേ ഭരിച്ചുള്ളൂ. മൊറാർജി ദേശായി മാറിയിട്ട് ചരൺ സിംഗ് എങ്ങനെയാ വന്നത്?